മക്കളെ, ഇന്ന് നമ്മൾ പ്രഭാതിൻ്റെ ഗർ എന്ന കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയുമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, യഹാം കലി കോൻ ഹെ और ഗിലി ഗിലി കാ മത്ലബ് ക്യാ ഹോഗ. ഇവിടെ കലി ആരാണ്? ഗിലി ഗിലി എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കാം എന്നാണ് ചോദ്യം. കലി എന്ന് പറയുന്നത് ചിപ്കലിയാണ്. ഗിലി ഗിലി എന്ന് പറഞ്ഞാൽ ഖുഷ് ഓർ സന്തുഷ്ട് അല്ലെങ്കിൽ ബഹുത്ത് ഖുഷി, വളരെയധികം സന്തോഷത്തിനെയാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ഓ ചിപ്പു മേ തുമാരാ ദർദ് സമജ് സക്താ ഹൂം യഹാം ദൂസരോ കാ ദർദ് സമജ്നെ കാ മത്ലബ് ക്യാ ഹെ. ഓ ചിപ്പു, ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നു. ഇവിടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ജീവ് ജീവ് മേ സഹാനുഭൂതി ഹോനി ചാഹിയെ. എല്ലാ ജീവികളിലും സഹാനുഭൂതി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഹമാരി തര ദീവാരോം ഖിड़कियों या छत से उनका घास लेने देना नहीं है. यहाँ फरहाद के प्रति प्राणियों का कौन सा मनोभाव प्रकट होता है? നമ്മളെ പോലെ ചുമരുകൾ, അതുപോലെ തന്നെ ജനൽ, ടെറസ്, ഈ ഭാഗങ്ങളൊന്നും അദ്ദേഹത്തിന് വേണ്ട. അവിടെയൊന്നും അദ്ദേഹം അത്ര പ്രാധാന്യം നൽകുന്നില്ല. ഇവിടെ ഫർഹാദിനോടുള്ള ജീവികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. യഹാ ഫർഹാദ് കാ സഹജീവി പ്രേം. ഇവിടെ സഹജീവി സ്നേഹമാണ് പ്രകടമാകുന്നത്. അടുത്ത ചോദ്യം, ലിഗേം പ്രകൃതി കിൻ കിൻ കാ ഗർ ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് എന്തിൻ്റെയൊക്കെ വീടാണ് എന്നല്ലേ. ഏതൊക്കെ കഥാപാത്രങ്ങളാണോ ഇതിലുള്ളത് ആ പേരുകളൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ചിബ്കലി കാ ഗർ, ഫർഹാദ് കാ ഗർ, മക്കടി കാ ഗർ, മച്ചർ കാ ഗർ, മക്കി കാ ഗർ, ചൂഹെ കാ ഗർ, മേണ്ടക്കിയോ കാ ഗർ, തതയ്യ കാ ഗർ. ചിബ്കലി പറഞ്ഞ പല്ലി, പല്ലിയുടെ വീട്, ഫർഹാദിൻ്റെ വീട്, ചിലന്തിയുടെ വീട്, കൊതുകിൻ്റെ വീട്, ഈച്ചയുടെ വീട്, എലിയുടെ വീട്, തവളകളുടെ വീട്, തതയ്യ പറഞ്ഞാൽ കടന്നൽ, കടന്നലിൻ്റെ വീട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ദേഖേ വാക്യ കൈസേ ബൻതേ ഹെ എന്നാണ്. ഇവിടെ സെൻറ്റൻസുകൾ വികസിപ്പിച്ച് എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ ഓരോന്നും ഹർ ജഗഹ് കി, പിന്നെ മക്കാൻ മേ, നയെ, അപ്പനെ, ദോ കമരെ, കിച്ചൺ ഓർ ബരാന്തേ വാലെ, അങ്ങനെ ഓരോ ശബ്ദം ഇങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന 1 2 3 4 5 ശബ്ദം ചേർന്നിട്ട് പുതിയത് ചേർന്നിട്ട് വലിയൊരു സെൻറ്റൻസ് ആയിട്ട് മാറിയില്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ഒന്നത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതിനെ വാക്യ പിരമിഡ്, അത് തന്നെയാണ് സംഭവം. വാക്യ പിരമിഡിനെ വാക്യ വിസ്താർ എന്ന പേരിൽ എഴുതുന്നു എന്ന് മാത്രം. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഉനോനെ ലൈറ്റ് ജലായി, അദ്ദേഹം ലൈറ്റ് തെളിയിച്ചു. ഉനോനെ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. ഉനോനെ മക്കാൻ മേ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം കെട്ടിടത്തിൽ എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. ഉനോനെ നയേ മക്കാൻ മേ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം പുതിയ കെട്ടിടത്തിൽ എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. ഉനോനെ അപ്പനെ നയേ മക്കാൻ മേ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം തൻ്റെ പുതിയ കെട്ടിടത്തിൽ, ഇവിടെ നയേ എന്നുള്ള വേണ്ട അപ്പനെ വന്നില്ലേ, സ്വന്തം പുതിയ കെട്ടിടത്തിൽ എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. ഉനോനെ ദോ കമരെ, കിച്ചൺ ഓർ ബരാന്തേ വാലെ, അപ്പനെ നയേ മക്കാൻ മേ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം തൻ്റെ 2 മുറികൾ, കിച്ചൺ, അതുപോലെ തന്നെ വരാന്ത, എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് തെളിയിച്ചു. ഉനോനെ ദോ കമരെ, കിച്ചൺ ഓർ ബരാന്തേ വാലെ, അപ്പനെ നയേ മക്കാൻ മേ ഹർ ജഗഹ് ലൈറ്റ് ജലായി, അദ്ദേഹം 2 മുറി, അതുപോലെ തന്നെ കിച്ചൺ, ബരാന്ത മുതലായ എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിച്ചു. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാക്യക്കോ ആകെ ബഡായം എന്നാണ്. ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെൻറ്റൻസിനെ വികസിപ്പിച്ച് വലിയ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. ഫർഹാദ് ടെഹൽനെ നിഗല, ഫർഹാദ് ടെഹൽനെ നിഗല, ഫർഹാദ് നടക്കാനിറങ്ങി. ടെഹൽന പറഞ്ഞ ഉലാത്തുക എന്നുള്ള അർത്ഥമാണ്. ഫർഹാദ് ഹവാമേ ടെഹൽനെ നിഗല, ഫർഹാദ് കാറ്റിൽ നടക്കാനിറങ്ങി. ഫർഹാദ് ബാഹർ ഹവാമേ ടെഹൽനെ നിഗല, ഫർഹാദ് പുറത്ത് കാറ്റിൽ നടക്കാൻ തുടങ്ങി. ഫർഹാദ് ബാഹർ ഹവാമേ ടെഹൽനെ നിഗല, ഫർഹാദ് മേണ്ടക്കിയോ കോ ഹത്തേലി പർ ലിയേ, ഫർഹാദ് തവള കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ട് ബാഹർ ഹവാമേ ടഹൽനെ നിഗല.
ഫർഹാദ് 3 മേണ്ടക്കിയോങ്കോ, ഫർഹാദ് 3 മേണ്ടക്കികളെയാണ് കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ ഇറങ്ങിയത്. ഫർഹാദ് 3 നന്നി, നന്നി പറഞ്ഞ ചെറിയ, ഫർഹാദ് 3 നന്നി മേണ്ടക്കിയോങ്കോ ഹത്തേലി പർ ലിയെ ലിയെ ബാഹർ ഹവാമേ ടഹൽനെ നികല. ഫർഹാദ് 3 ചെറിയ കുഞ്ഞു തവളകളെ കയ്യിലെടുത്തിട്ട് ബാഹർ ഹവാമേ ടഹൽനെ നികല, പുറത്ത് കാറ്റത്ത് നടക്കാൻ തുടങ്ങി. ഇനി गिरगिट ने रेखांकित शब्दों पर ध्यान दे. गिरगिट ने रंग बदलते हुए कहा. गिरगिट നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഫർഹാദിനെ ചപ്പൽ को आहिस्ते से उड़ाया. ഫർഹാദ് ചെരുപ്പ് പതുക്കെ എടുത്തുയർത്തി. ചിപ്പുക്കലിനെ ചാരോ ഓർ നസർ ഗുമാക്കർ ദേക്ക. ചിപ്പുക്കലി ചുറ്റിനും നോക്കി. അതായത് ചാരോ ഓർ നസർ ഗുമാന പറഞ്ഞാൽ ചുറ്റുഭാഗവും കണ്ണോടിച്ചു നോക്കുക എന്നുള്ള അർത്ഥമാണ്. क्रिया के साथ രേഖാങ്കിത ശബ്ദോं का संबंध पहचाने कहानी से ऐसे वाक्य चुनकर लिए. ഇവിടെ തന്നിരിക്കുന്ന രേഖാങ്കിത ശബ്ദം ഉണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ശബ്ദം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ വരുന്ന സെൻറ്റൻസ് പാഠഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. गिरगिट क्रिया രേഖാങ്കിത ശബ്ദമൊക്കെ സംബന്ധ പഹചാനെ കഹാനി സെ ഐസ വാക്യ ചുൻകർ ലിയെ. ചോദ്യമാണത് കേട്ടോ. गिरगिट ने उसे सड़क पार कर आते देखा. गिरगिट ने उसे सड़क पार कर आते देखा. गिरगिट അവൻ റോഡ് മുറിച്ചു വരുന്നത് കണ്ടു. ചിപ്പുക്കലിനെ മുസ്കാത്തെ ഹുയെ കഹ. ചിപ്പുക്കലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹം സലീക്കേസെ രഹത്തെ. ഞങ്ങൾ സമാധാനത്തോടെ താമസിച്ചിരുന്നു. ഗിർഗിറ്റിനെ ഉബാസിയിലെത്തെ ഹുയെ കഹ. ഗിർഗിറ്റ് കോട്ടുവ ഇട്ടുകൊണ്ട് പറഞ്ഞു. ചിപ്പുക്കലിനെ ബാത്ചിത് സമാപ്ത് കർത്തെ ഹുയെ കഹ. ചിപ്പുക്കലി സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയാണ് പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കാം. ഫർഹാദിന്റെ ചരിത്രപര ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫർഹാദിനെ കുറിച്ച് കുറച്ച് സെന്റൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മേരാ തജുർബ കഹത്താ ഹൈ കി ചിപ്പുക്കലിയോ കെ പീച്ചെ. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ചിപ്പുക്കലികളുടെ പിന്നാലെ, ചിപ്പുക്കലി പറഞ്ഞാൽ പല്ലികളുടെ പിന്നാലെ ചൂലും കൊണ്ട് ഓടുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ഇത് ഫർഹാദിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതുപോലെ തന്നെ സച്ച് പൂച്ചോത്തോ വേ ബഹുത്ത് ദോഡി സി ജഗഹ് ലേത്തെ ഹേ ഇസ് മക്കാൻ മേ. സത്യം ചോദിക്കുകയാണെങ്കിൽ അയാൾ ഏറ്റവും കുറച്ച് സ്ഥലം മാത്രമേ വീട്ടിലെടുക്കുന്നുള്ളൂ. ഹമാരി തര ദിരാര. നമ്മളെ പോലെ ചുമരുകൾ, ജനൽ, മേൽക്കൂര അതൊന്നും അദ്ദേഹത്തിന് അത്ര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഫർഹാദിനെ കുറിച്ച്. വേ ബഹുത്ത് ഖുഷ് ഹേ കി നയേ ഘർ മേ ഉൻകാ പരിവാർ ബഡ് രഹാ ഹേ ഓർ സഭി ഖുഷ് ഹേ. അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അംഗസംഖ്യ കൂടുന്നതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം ഫർഹാദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അബ് ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ വായിച്ചതിന് ശേഷം ഇനി ഫർഹാദിൻ്റെ ചരിത്ര പർ ടിപ്പണി, സ്വഭാവ സവിശേഷത എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതിയത് നോക്കാം. ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി. ഫർഹാദിൻ്റെ ചരിത്ര പർ ടിപ്പണി എഴുതുമ്പോൾ ഇനി ആരുടേതായാലും ചരിത്ര പർ ടിപ്പണി എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് ഏത് കഥയിലുള്ള കഥാപാത്രമാണെന്നും കഥ എഴുതിയത് ആരാണ് എന്നും ഫസ്റ്റ് സെൻറ്റൻസിൽ എഴുതിയിരിക്കണം. നിർബന്ധമാണ് കേട്ടോ. ഒരു മാർക്കാണ്. ഫസ്റ്റ് അത് എഴുതിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കും. അതുകൊണ്ട് തന്നെ എഴുതിയിരിക്കണം. ഇവിടെ അങ്ങനെ എഴുതാത്തത് കൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്. എഴുതുന്ന സമയത്ത് प्रभात से लिखा हुआ घर नामक कहानी का प्रमुख पात्र है फरहाद. ഒന്നാമത്തെ സെൻറ്റൻസ് എഴുതണം കേട്ടോ. പിന്നീട് ശ്രീമാൻ ഫർഹാദ് का चरित्र एक शांत और विचारशील व्यक्ति का है. वे किताबों से प्यार करते हैं और अपने जीवन में शांति और सादगी पसंद करते हैं. फरहाद छोटे जीवों को अपने घर में बिना किसी परेशानी के रहने देते हैं, जो उनकी उदारता और सह अस्तित्व की भावना को दर्शाता है. वे एक मृदुभाषी और संवेदनशील इंसान है, जो जीवन के प्रति एक सकारात्मक दृष्टिकोण रखते हैं.
നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. മിസ്റ്റർ ഫർഹാദിൻ്റെ സ്വഭാവം ശാന്തവും ചിന്താശേഷിയുള്ളതുമായിട്ടുള്ള സ്വഭാവമാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന അദ്ദേഹം ജീവിതത്തിൽ സമാധാനവും ലാളിത്യവും ഇഷ്ടപ്പെടുന്നു. ഫർഹാദ് ചെറിയ ജീവികളെ ഒരു കഷ്ടപ്പാടുമില്ലാതെ തൻ്റെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഉദാരതയും സഹവർത്തിത്വത്തിനെയും പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവ് വീക്ഷണമുള്ള മൃദുഭാഷിയും, അതായത് കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളും സെൻസിറ്റീവുമായ വ്യക്തിയാണ് അദ്ദേഹം. ഇനി അടുത്തത് പ്രകൃതി സബ്ക ഘർ ഹേ എന്ന വിഷയത്തിൽ ലഘുലേഖ എഴുതാനാണ് പറഞ്ഞത്. അപ്പം ലഘുലേഖ എഴുതിയത് നമുക്ക് നോക്കാം. പ്രകൃതി ഹമാരി സബ്സെ മൂല്യവാൻ ധരോഹർ ഹെ जो सभी जीवों का घर है। यह हमें जीवनदायिनी वायु, शुद्ध जल, उपजाऊ मिट्टी और हरित वनस्पति प्रदान करती है। प्रकृति के विभिन्न अंग जैसे पहाड़, नदियाँ, समुद्र, जंगल और मैदान सभी जीवों को उनकी आवश्यकता अनुसार संसाधन प्रदान करते हैं और उन्हें आश्रय देते हैं। प्रकृति का संतुलन बनाए रखना हमारे लिए आवश्यक है, क्योंकि यह सभी जीवों की सह अस्तित्व की नींद है। जब हम पर्यावरण को नुकसान पहुंचाते हैं तो उनका प्रभाव केवल अन्य जीवों पर ही नहीं बल्कि मानव जीवन पर ही पड़ता है। प्रदूषण, वनों की कटाई और जलवायु परिवर्तन से न केवल हमारे प्राकृतिक संसाधनों की कमी होती है बल्कि अनेक प्रजातियों के जीवन को भी खतरा होता है. അപ്പം എന്താണ്, പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്ന വിഷയത്തിലാണ് ഇവിടെ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രകൃതി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ്. എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രം. അത് നമുക്ക് ജീവൻ നൽകുന്ന വായു, ശുദ്ധജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, സമൃദ്ധമായ സസ്യങ്ങൾ എന്നിവ നൽകുന്നു. പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, വനങ്ങൾ, സമതലങ്ങൾ എന്നിങ്ങനെ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ നൽകുകയും അവയ്ക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് എല്ലാ ജീവജാലങ്ങളുടെയും സഹവർത്തിത്വത്തിന് അടിത്തറയാണ്. നമ്മൾ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമ്പോൾ അത് വന്യജീവികളെ മാത്രമല്ല മനുഷ്യ ജീവിതത്തെയും ബാധിക്കും. നമ്മൾ പരിസ്ഥിതിയെ ദോഷകരമായിട്ടാണ് പ്രകൃതിയോട് നമ്മൾ ഇടപെടുന്നതെങ്കിൽ അത് ജീവികളെ മാത്രമല്ല മനുഷ്യനും എന്താണ്, ആപത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലിനീകരണം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല നിരവധി ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. ജീവൻ കോ ഭി ഖത്ര ഹോത്താ ഹെ. ഇനി ലാസ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ ഉണ്ട്. യാദ് രഖേ പ്രകൃതി സബ്കാ ഘർ ഹെ और उसे सुरक्षित रखना हम सबका जिम्मेदारी. जिम्मेदाരി പറഞ്ഞാൽ എന്താണ്, ഉത്തരവാദിത്തം. ഓർക്കുക, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. അതിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി വരുന്നത്. ഇനി 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. मान ले चिमटी ने नए अतिथियों का स्वागत करते हुए घर में पोस्टर चिपकाया. वह पोस्टर तैयार करें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചീംടി അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് പുതിയ വീട്ടിൽ പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പോസ്റ്റർ എന്നെഴുതുക. വിശാല ഗർമേ ആപ്കാ സ്വാഗതം. വിശാലമായ വീട്ടിലേക്ക് താങ്കൾക്ക് സ്വാഗതം. സബ് സുവിധായേം കോയി പരേശാനി നെയ്യും കോയി നിയന്ത്രൺ നെയ്യും
സുഖപൂർവക് ജിയെ സ്വതന്ത്രതാപൂർവക് ജിയെ സുഖ സുവിധായ സബ് സുവിധായം കോയി പരേശാനി ചെയ്യുന്നത് എല്ലാവർക്കും ഇവിടെ എന്താ ഉള്ളത് സുഖ സൗകര്യങ്ങൾ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് പ്രയാസങ്ങളൊന്നുമില്ല കോയി നിയന്ത്രണമില്ല സുഖപൂർവക് ജിയെ സുഖത്തോട് കൂടിയിട്ട് ജീവിക്കാം സ്വതന്ത്രതാപൂർവക് ജിയെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാമെന്ന് പോസ്റ്റർ എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്തത് സഹി മിലാൻ കർക്കെ ലിഖേം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗിർഗിറ്റ് चीमटी के बच्चे श्रीमती शांति दास गिलहरी करवट बदल रहे हैं रंग बदलता है बाहर रहती है पूरी അശാന്തി ദാസ് ദി. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം മിലാൻ ചെയ്യണം അല്ലേ. ഗിർഗിറ്റ് എന്താണ് രംഗ് ബദൽത്താ ഹെ രംഗ് ബദൽത്താ ഹെ ഗിർഗിറ്റ് നിറം മാറ്റും. ചിംടി കെ ബച്ചെ കറവട്ട് ബദൽ രഹേ ഹെ ചിംടി ഉറുമ്പിന്റെ കുട്ടികൾ എന്താ ചെയ്തത് കറവട്ട് അല്ലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ശ്രീമതി ശാന്തിദാസ് പൂരി അശാന്തിദാസ് ആയിരുന്നു ശ്രീമതി ശാന്തിദാസ്. ഗിൽഹരി ബാഹർ രഹത്തിയത് ഗിൽഹരി പുറത്ത് താമസിച്ചിരുന്നു. അത്രയാണ് നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.